പിന്നെ വേറെ എന്തൊക്കെ വർത്താനം സുഖല്ലേ? അൽഹംദുലില്ലാ. എവിടുന്നാണ്? ഞാന് അടിവാരം. ആ ആ അപ്പൊ ഞങ്ങളൊരു വീഡിയോ അങ്ങനെ കേട്ടു നമ്മളെ പുതിയ ഉയ്യാക്കന്മാരെ പറ്റി. ആ ആ അപ്പൊ നമുക്കുള്ള അനുഭവങ്ങളിൽ പങ്കുവെക്കാൻ വേണ്ടി വിളിച്ചതാ. എന്താണോ? ഞാന് പട്ടിക്കാട് പഠിക്കുന്ന കാലഘട്ടത്തില് ആ ഈ സുലൈമാൻ എന്ന ചെറുപ്പക്കാരനാ. ആ നമ്മളെ ബാവ സുലൈമാൻ ബാവ. സുലൈം ബാബ അന്ന് മൂപ്പരിക്കൊരു ഹളറുണ്ട്. പെരിന്തൽമണ്ണ പാലക്കാട് വന്ന റോട്ടില് ഒരു വലിയൊരു നിസ്കാരപ്പള്ളി ഉണ്ട് ആ പള്ളിയില്. ആ ആ പെരിന്തൽമണ്ണ 4-5 കിലോമീറ്റർ 5 കിലോമീറ്റർ 6 കിലോമീറ്റർ പോകണം. ആ ആ ആ അപ്പൊ നമ്മളൊക്കെ പോകും. നമ്മൾ പോണെന്ന് വെച്ചാൽ MT ഉസ്താദ് മൂപ്പരെ സ്വന്തം ആളാന്നുള്ളൊരു വിവാദത്തിൽ നമ്മൾ കേട്ടിട്ടാണ് നമ്മൾ പോകല്. അങ്ങനെ ആ പ്രചരണം നടന്നു. ആ പ്രചരണത്തില് പിന്നെ MT ഉസ്താദ് നമ്മളായിട്ട് അറിഞ്ഞപ്പോ പറഞ്ഞ് നമ്മളെ ദേഷ്യം പിടിച്ച് ഓനൊപ്പം പ്രവർത്തനമൊക്കെ MT ഉസ്താദ് എന്ന് പറഞ്ഞു നമ്മളോട്. അന്നത്തെ ഞാൻ തീരെ പോലെ ഓനൊപ്പം പ്രവർത്തനം പറഞ്ഞ് കോളേജിൽ നിന്ന് ആരും പോകാൻ പാടില്ല എന്നൊക്കെ വാണിയൊക്കെ ചെയ്തു. ഇപ്പൊ അവനെ പിടിച്ചുകാണ്ട് സേഹാക്കിയ പിന്നെ മറ്റേ നമ്മളെ പിന്നെ എന്താ മറ്റേ ചങ്ങന്റെ പേര്, മറ്റേ സേഖിന്റെ പേര് സുലൈമാനല്ലേ? അല്ല സുലൈമാൻ അല്ലാത്ത വേറെ മറ്റേ കോമാട്ടുചാലിൽ മൂപ്പര് ഷെയ്ഖാന്റെ പറയുന്ന ആള് സുലൈമാൻ. ആ അപ്പൊ ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള ജനിക്കുന്നതിന് മുന്നത്തെ കാര്യം അതൊക്കെ ജനിക്കാൻ മുമ്പാണ്. അബ്ദുള്ള ജനിക്കുന്നത് 1983 ആ കാലഘട്ടത്തിൽ തന്നെയാണ്. ഏകദേശമൊക്കെ ഒരേ കാലാണ്. സുലൈമാൻ അബ്ദുള്ളനേക്കാൾ വയസ്സ് വളരെ കൂടുതലുണ്ടല്ലോ. അതെ 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 അതെ. അങ്ങനെ കുറെ മുരീതന്മാരുണ്ട്, നമ്മളുണ്ട്. അങ്ങനെ അവിടെ പോകും. നമ്മൾ ചെന്നപ്പോ ഫുള്ള് കുത്തിവെട്ടാ പരിപാടി. കുത്തിവെട്ട് നടത്തി പോക്കാണ്. പക്ഷെ നിൽക്കാരൊക്കെ കൂടുതൽ ഉഷാറാ. മാണ്ടി നിസ്കരിച്ചാൽ വേണ്ടി. എല്ലാവരും നിസ്കരിച്ചാൽ ആവശ്യമുള്ള ജമാത്തൊന്നും ഉണ്ടാവില്ല. വേണ്ട നിസ്കരിച്ചാൽ വേണ്ടി. അങ്ങനെ അന്നൊക്കെ ചെറിയ അളക്കിലാണ്. അത്തരമാണ് ചെറിയൊരു വട്ടത്തിലുള്ള ആളുണ്ട്. മിക്സിന്റെ കാള് പോലത്തെ ചെറിയൊരു അതിനേക്കാളൊക്കെ ചെറുതാണത്. പഴയ മനുഷ്യന്മാർക്ക് ഓർമ്മ ഉണ്ടാവും. അങ്ങനെ ആ ആളൂർ അത്തർ വാങ്ങും. നമ്മൾ പെരുന്തൽമണ്ണ അത്തർ വാങ്ങിയിട്ടാക്കി ഈശോക്ക് പറ്റും. കാരണം ദിക്കുന്ന മറ്റത്ത് പോവല്ല. അപ്പൊ പെട്ടണല്ലോ. അതെ. അപ്പൊ നമ്മളൊരു ദിവസം രാത്രി 10-12 മണിയൊക്കെ ആയി ഉണ്ടാവും. അപ്പോൾ ദിക്കറി ഞാൻ മൂടി ഉറക്കൂക്കിട്ട് യാതൊരു നിർത്തിയില്ല. അപ്പൊ ഞാൻ എന്റെ കീശന്ന് വലിയ അത്തറിങ് എടുത്തിട്ട് തുറന്നിട്ട് മേലൊക്കെ ഒന്ന് വട്ടി നല്ല ഊത്താണ്ട് പാസാക്കി. അപ്പൊ എല്ലാവർക്കും നല്ല വാസന കിട്ടി. ഞാനാ ഊതുന്നത്. പിന്നെ എന്തെന്നറിയോ, ഞാൻ ഊതി 2 മിനിറ്റ് സുലൈമാൻ ഷെയ്ഖ് എന്തായാലും കൈമുട്ടി ചോദിച്ചു എന്താ എല്ലാവർക്കും അനുഭവപ്പെട്ടെന്ന് ചോദിച്ചു. ആ കൈ മുട്ടി. നമ്മൾ കുത്തുവെട്ടി അതിലൊക്കെ നിർത്താൻ വേണ്ടി കൈമുട്ടല്ലോ. അതുപോലെ കൈയൊന്ന് മുട്ടി. കൈ മുട്ടിയപ്പോ നമ്മളെല്ലാരും കുത്തിവെട്ട് നിർത്തി ചോദിച്ചു എന്താ അനുഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ എല്ലാരും പറഞ്ഞു നല്ല വാസന ഉണ്ടായിക്കൊണ്ട്. ഞാനാണ് എത്ര പറ്റി മൊയ്തീൻ തങ്ങളെ പഞ്ചായത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കാര്യം മൂപ്പര് ഏറ്റെടുത്ത് മൊയ്തീൻ തങ്ങൾ വന്ന വാസനയാണ് നിങ്ങളെ കേട്ടതെന്ന് പറഞ്ഞു. ഞാനെന്താണ് പൂജ ഞാനാണ്. എന്റെ പേര് മൊയ്തീൻ ഷേഖ് നമ്മളെ പേരുമാണ് സുമാർ. അതിനെ മലയാളീകരിച്ചതാണ്. മൊയ്തീൻ ഷേഖ് ആണെങ്കിലും അതിനെ മലയാളീകരിച്ചൊരു പേര് എന്റെ പേര്. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഞാനിപ്പോ മൊയ്തീൻ ഷേഖ് നിങ്ങൾ ആയിക്കല്ലോ. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോ ഞാൻ കുത്തിവെട്ട് പങ്കെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഷെയ്ഖായല്ലോ. ഇനിയിപ്പോ ഞാൻ പിന്നെ പോയി പള്ളിയിൽ ചെറിയ പോയി കിടന്നുറങ്ങി. പിന്നെ ഞാൻ പോയതുമില്ല. അങ്ങനെ MT ഉസ്താദിനെടുത്ത് വന്ന് MT ഉസ്താദിനോട് സംഗീതമൊക്കെ പറഞ്ഞ് MT ഉസ്താദ് എന്താക്കി ഓൻ്റെ ഫോട്ടോ വിറ്റേണ്ടാക്കി മുത്തവൽ കാസിൽ വന്നിട്ട് താക്കീതൊക്കെ ചെയ്താരും പുറത്തു പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ സുലൈമാൻ ഷെയ്ഖിനെ നമ്മൾ ഒഴിവാക്കിയാണ്. മീനങ്ങാടി സുലൈമാൻ എന്നാ പറയല്. അന്ന് ഷെയ്ഖും കുത്തുവൊന്നുമില്ല. അന്ന് ഇവിടെ മീനങ്ങാടി സുലൈമാൻ എന്നാ പറയല്. അങ്ങനെ ഈ വിഷയം നിങ്ങൾക്ക് ഓർമ്മയായപ്പോ ഇന്നലെ പേടിയിലാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം എന്താ അറിയോ, സുലൈമാന്റെ ഷെയ്ഖാണല്ലോ. അപ്പൊ അങ്ങോട്ട് പകരല്ലോ. ഷെയ്ഖിന്റെ പുരിത്തിലെത്തുണ്ടാകുക അങ്ങോട്ട് പകരല്ലോ. അതന്നെ ആ പകർന്നത് തന്നെയാണ് ഒരുത്തൂടിയില്. പിന്നെ കുത്തുബീയത്തിന്റെ അടിയിൽ ചങ്ങാതി എന്തോ സ്പ്രേ അടിച്ചു വന്നു. അതെ ശരിയാണ്, പകരും. സ്പ്രേ അടിച്ചുകാണ്ട് നിർത്താൻ പറഞ്ഞിട്ട് വന്നോ അത്രേ അല്ലോ ഷെയ്ഖ് വന്നിട്ടുണ്ട് എല്ലാവരും അച്ചടക്കത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞു. ഇത് പങ്കെടുത്ത ആളെ നമ്മോട് സൂചിപ്പിച്ചതാണ്. പറഞ്ഞത് ശരിയാണ്, 100% സത്യം പറഞ്ഞത്. അപ്പൊ നിങ്ങളാ പറഞ്ഞതും കൂട്ടി വായിച്ചു നോക്കുമ്പോ സത്യം തന്നെയാണ്. ഇപ്പൊ പിന്നെ സുലൈമാനെ കാണലുണ്ടോ? ഏതൊക്കെയാണ് ഫോട്ടോത്തിൽ കാണലുണ്ട്. അതൊക്കെ കാലങ്ങൾക്ക് മുമ്പുള്ള സംഗതിയാണല്ലേ? ഇതൊക്കെ ഒരുപാട് കാലം മുമ്പുള്ള. അന്നേ MT ഉസ്താദിനെ പോലത്തെ ബുദ്ധിയുള്ള ആൾക്കാർ. MT ഉസ്താദൊക്കെ ഭയങ്കര ആബിദാണ്. രാത്രി തീരെ ഉറങ്ങാത്ത പൗഡർ മുക്കാത്ത മനുഷ്യനാണ്. പട്ടിക്കാട് നമ്മൾ ക്ലാസ് എടുക്കാൻ സമയത്തൊക്കെ മൂപ്പര് കുത്തുപാഞ്ചിൽ മാത്രമേ ഉറങ്ങല്. അന്നത്തെ കാലം ഉറങ്ങൂല. അതാ 1980, 81, 82 കാലഘട്ടങ്ങളിലുള്ള കഥയാണ് പോയത്. കാലഘട്ടമാണത്. അന്നൊക്കെ MT ഉസ്താദ് മുറുകിയ കാലഘട്ടമാണ്. അന്ന് തിരുമ്മ കുളിച്ചൊന്നുമില്ല. മുണ്ടൊക്കെ തിരുമ്മാൻ നമ്മൾ എടുത്തുകൊണ്ടേ തിരുമ്പാൻ നമ്മൾ ചീത്ത മണിയും. അത്ര MT ഉസ്താദ് ഭയങ്കര നല്ലൊരു നല്ല കുത്തുബാനെ തന്നെ ഉറങ്ങാൻ മൂപ്പര്. ഉറക്കില്ല. കുത്തുബാനല്ലേ ബെഞ്ചിട്ടാല് കളിക്കുക. അവിടെ കുത്തുബാനി തന്നെ എപ്പോഴും
ഇപ്പോൾ അറിയാം. മൂപ്പര് പഴയ പതിവാണ്. അപ്പൊ അങ്ങനെ എം ടി ഉസ്താദ് പോണേ കഞ്ഞാലെ പോണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോണ്ടിക്കൂലല്ലോ. അതന്നെ കന്യാല പോകണ്ട്, എം ടി ഉസ്താദ് പോകണ്ട് അറിയുമാറ് പോകും. ഓട്ടോമാറ്റിക് പോകുമല്ലോ. അപ്പൊ അത് അങ്ങനെ അനുഭവം പങ്കുവെക്കാൻ ഈ മീനങ്ങാടി സുലൈമാനെ സംബന്ധിച്ച് എല്ലാവരും ഇന്നൊരു അനുഭവം കേട്ടില്ലേ? ഒരു ഫൈസിയുടെ അനുഭവമാണത്. 1981-82 കാലത്തിലാണ്. അയാൾ അന്ന് ഈ മീനങ്ങാടി സുലൈമാനായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ നിലക്ക് മീനങ്ങാടി സുലൈമാൻ നേതൃത്വം നൽകുന്ന ഒരു കുത്തുബിയത്തിൽ പങ്കെടുത്തതാണ്. അങ്ങനെ ഒരുപാട് സമയമായി ഈ ഫൈസിക്ക് കുത്തുബിയത്തുകളുടെ ഇടയിൽ ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ ഇങ്ങനെ വന്നപ്പം അയാൾ കീശയിൽ നിന്ന് വല്ല അത്രയും കുപ്പി എടുത്തിട്ട് കുറച്ചൊക്കെ പെരട്ടി മേത്ത കൂടി ഒന്ന് കുടഞ്ഞ് ഒരു ഊത്തക്കാണ്ട് ഊതി അയാൾ. അങ്ങനെ അത് ഊതി കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പം സുലൈമാണ്ടി കൈകൊട്ടിയാണ്ട് എല്ലാവരോടും നിർത്താൻ വേണ്ടിയിട്ട് നമ്മളുണ്ടല്ലോ കുത്തുബിയത്ത് ചെല്ലുമ്പോൾ നിർത്താൻ വേണ്ടി ആവശ്യപ്പെടില്ല, ലേറ്റൊക്കെ ഓഫാക്കിയിട്ടല്ലേ പരിപാടി. അപ്പോൾ കൈകൊട്ടിയാണ്ട് സുലൈമാണ്ടി തന്നെ ഇപ്പം മൊയ്തീൻ ഷെയ്ഖ് വന്നിനി ഇവിടെ. അതാണ് നിങ്ങൾക്ക് ആ അത്തറിൻ്റെ വാസറക്കങ്ങൾ കേട്ടില്ലേ? മൊയ്തീൻ ഷെയ്ഖ് വന്നതേനിപ്പം ഇവിടെ വന്നിനി എന്നൊക്കെ പറഞ്ഞാണ്ട് വലിയ പടായി വിട്ട്. അപ്പോൾ സംഭവം എന്താ, ഈ ഫൈസി അത്ര വരുത്തിയതാണ്. ആ ഊത്ത് ഊതിയത് മാരൻ്റെയാണ്, ഈ ഫൈസി തന്നെയാണ്. ആ ഊതിയത് ആരാക്കി മാറ്റിക്കാണ്, മൊയ്തീൻ ഷെയ്ഖ് ഊതിയതാന്ന് വരുത്തി തീർത്തിക്കാണ്. ഇതേ ഒരു അനുഭവം ഇന്നിപ്പോൾ വേറൊരാൾ എന്നോട് പങ്കുവച്ചു. ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആ സമയത്ത് പിന്നാണല്ലോ അയാളിൽ ഇല്ലാതെ ഓരോ കോപ്രായങ്ങളും ഒക്കെ കണ്ടിട്ട് ബഹുമാനപ്പെട്ട വൈലത്തൂർ ജീലാനി തങ്ങൾ പാപ്പ അടക്കം അയാൾ കാട്ടുകള്ളനാണ് എന്നൊക്കെ പറഞ്ഞ അടിസ്ഥാനത്തിൽ അയാളെ നമ്മൾ പ്രസ്ഥാനത്തിൽ നിന്ന് പിടിച്ച് പുറത്ത് കിട്ടാണല്ലോ. അതിൻ്റെ മുമ്പ് CM സെൻറ്ററിൽ വെച്ചിട്ട് ഒരു കുത്തുബിയത്ത് നടക്കുകയാണ് പറഞ്ഞു. അങ്ങനെ റൂമൊക്കെ നന്നായിട്ട് ഫുള്ളായി, ഹാളൊക്കെ നിറഞ്ഞ് വാതിലൊക്കെ അടച്ചണം. അപ്പോൾ ഒരു ബാക്കവി ഉസ്താദ് ഇത് എങ്ങനെയെങ്കിലും ഉണ്ട് ഉള്ളിൽ കയറി കൂടാൻ വേണ്ടി നോക്കിയിട്ട് ഒരു വഴിയില്ല. അങ്ങനെ അയാളിങ്ങനെ ചുറ്റോട്ടും ഇങ്ങനെ നടന്ന് കുറച്ച് അപ്പുറത്ത് കൂടെ വായ്പുണ്ടായാലും അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയൊരു വാതിലുണ്ട് കിടക്കാൻ ബാക്കിൽ കൂടെ. അപ്പം ബാക്കി ഉസ്താദ് എല്ലാം കൂടെ ഇങ്ങനെയാണ് കയറി. അതിലാണ് കയറി വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവിടെ ആണ് കയറുന്നിടത്തൊരു ചെറിയ റൂമുണ്ടായിരുന്നു. ആ റൂമിലുണ്ടല്ലോ ഒരാൾ നല്ല വലിയൊരു അത്തരം കുപ്പിയൊക്കെ പിടിച്ചിട്ട് ഒരു കറുത്ത കോട്ടൊക്കെ പിടിച്ചാണ് ഇങ്ങനെ നിൽക്കണം. അങ്ങനെ ഇയാൾ ബാക്കി ഉസ്താദ് അതിൻ്റെ ഉള്ളിലാണ് കയറി പോവുകയും ചെയ്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇയാൾ വന്നിട്ട് ഈ അത്തരം കുപ്പിയൊക്കെ പിടിച്ചിരിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ വന്നിട്ട് ഈ അത്തറ ഒന്നായിട്ടുണ്ട് ഇതൊരു ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ, അപ്പോൾ അതിൻ്റെ ചോട്ട് കയറ്റി ഇയാൾ ഈ അത്തരം കുപ്പി ഇങ്ങനെ സ്പ്രേ അടിച്ച് ഇറങ്ങി. എന്നിട്ട് ഈ കറുത്ത കോട്ട് വല്ല കോമാടുചാൽ അബ്ദുള്ളനെ ഏൽപ്പിച്ചും ചെയ്ത്. അങ്ങനെ അബ്ദുള്ള വല്ല ഇരുത്തത്ത് അതൊക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അബ്ദുള്ള ഇങ്ങനെ കൈചൂട്ടി നിർത്തിച്ചേണ്ടാണ്. ഇപ്പം മൊയ്തീൻ ഷെയ്ഖ് ഇവിടെ വന്നിരുന്നു. മൊയ്തീൻ ഷെയ്ഖ് വന്നപ്പോൾ ഉള്ള വാസനയാണ്, അത്തറിൻ്റെ വാസനകൾ എല്ലാവരും കേട്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും വാസന ഇല്ലേനോ? അത് മൊയ്തീൻ ഷെയ്ഖ് വന്നതാണ്. മൊയ്തീൻ ഷെയ്ഖ് വന്നപ്പോൾ എനിക്ക് നല്ലൊരു കോട്ടും കൊണ്ടുവന്ന് ആ കോട്ടിനെ ധരിപ്പിച്ചതാണ് എന്നൊക്കെ ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി അന്ന് CM സെൻറ്ററിൽ കുത്തുബിയത്ത് നടക്കുമ്പോൾ പറഞ്ഞിടല്ലോ. അത് അനുഭവിച്ചൊരു ബാക്കവി ഇന്ന് പറഞ്ഞ വിഷയം അനുഭവിച്ച നമ്മോട് പറയാണ്. ഒന്ന് ആലോചിക്കാണ്, ഇവൻ്റെ ഷെയ്ഖ് സുലൈമാണ്ടി ആയില്ലെങ്കിൽ എൻ്റെ അത്ഭുതമുള്ളൂ. സുലൈമാണ്ടിയാണല്ലോ ഇവൻ്റെ ഏറ്റവും വലിയ ഷെയ്ഖ്. അന്ന് അവിടുന്ന് അത്ര ഈ ഫൈസി ഉസ്താദ് അത്ര തേച്ച് കണ്ട് പറഞ്ഞ് ഊതിയപ്പം അത് മൊയ്തീൻ ഷെയ്ഖ് വന്നത് ഇനി അത്ര ഗണത്തിൽ പറഞ്ഞ ആ സുലൈമാണ്ടി അവൻ്റെ മുരീതാണല്ലോ ഈ കോമാണ്ടി. അവന് കോമാണ്ടിൻ്റെ അടുത്തുനിന്ന് ഇഞ്ചാതി കോപ്രായ ഇല്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇതാണ് ഇറ്റകളൊക്കെ അവസാനം ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു കുത്തുബിയത്ത് ഇറക്കുന്ന സമയത്ത് വല്ല അപ്പുറത്ത് കൂടെ വാതിൽ കൂടെ പുറത്തിറങ്ങുന്നുണ്ട്, വാതിൽ പിന്നെ വായക്കൊണ്ടേ പോയി കുത്തിറന്നേ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം നീച്ച് വന്നാണ്ട് ഞാൻ മൊയ്തീൻ ഷെയ്ഖിൻ്റെ അടുത്ത് പോയത് ഇനി പറയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അയലക്കത്തുള്ള ചങ്ങായി ഇത് കാണുന്നപ്പം വായക്കൊണ്ടേ കുത്തിറക്കണേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇപ്പം വല്ല വന്നാണ്ട് ഏറ്റാണ് ഞാൻ ബഗ്ദാദിൽ പോയതേനി, മൊയ്തീൻ ഷെയ്ഖിൻ്റെ അവിടെ മീറ്റിംഗ് ഉണ്ടായിന്, അതിന് പോയതേനി എന്ന് പറഞ്ഞപ്പോൾ ഈ ആൾ പിടിച്ചാണ് രണ്ടര കൊടുത്തെന്നൊക്കെ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ കഥ. തള്ളി മറിച്ചു വിടുക, പാച്ച നുണകൾ പറയാം. ഇത് രണ്ട് അനുഭവങ്ങളാട്ടോ, ഇവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെച്ചതാണത്.